ഓം നാരായണ ഗുരുരാദ്യം ശിവലിംഗാര്യമധ്യമം ശ്രീബോധാനന്ദപര്യന്തം വന്ദേ ഗുരുപരമ്പരം. ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ പിണ്ടനന്ദി ക്ലാസ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്ക് അഞ്ചാമത്തെ മന്ത്രം ശ്രവിക്കാം. അതിനു മുന്നേ ഒരു വാക്ക് പറഞ്ഞോട്ടെ. നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഒന്ന് ആലപിക്കുന്ന ഓരോ ശ്ലോകം ഒന്ന് ഇട്ട് തരികയാണെങ്കിൽ നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. അതൊന്ന് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പം അഞ്ചാമത്തെ ശ്ലോകത്തിന് മുന്നേ ആദ്യം തൊട്ടൊന്ന് ആലപിക്കാം. ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരുമൻപൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയുമങ്ങു ശംഭൂ. മണ്ണും ജലം കനലുമമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവത ഇങ്ക നിന്നെൻ പിണ്ടത്തിനന്നമൃതു നൽകി വളർത്ത ശംഭോ. കല്ലിനകത്തു കുടിവാഴും ഒരൽപ്പജന്തു ഒന്നല്ല നിന്റെ കൃപയിന്നറിയിച്ചിടുന്നു. അല്ലിക്കുടത്തിൽ അമരുന്നമരേന്ദ്രനും മറ്റെല്ലാരും ഇങ്ങിതിലിരുന്നു വളർന്നിടുന്നു. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ എന്തൊന്നുകൊണ്ടിതു വളർന്നതഹോ വിചിത്രം. എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്തത്വമില്ലതിനു നീ അരുളീടു ശംഭോ. 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വച്ചു കാലന്റെ കയ്യിലണയാതെ വളർത്തി നീ. കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ ആ കാലം നിനച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വച്ചു കാലന്റെ കയ്യിലണയാതെ വളർത്തി നീ. കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ ആ കാലം നിനച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. 4-5 മാസം ഒരുപോൽ ഞാൻ ഗർഭത്തിൽ കിടന്ന് 9 മാസം ഒരുപോലെ നയനങ്ങൾ വച്ച് കണ്ണും നട്ടിരുന്ന് കാലന്റെ കയ്യിലണയാതെ വളർത്തി നീ. നശിച്ചു പോകുന്നതിനിട വരാതെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടു വന്നത് നീ തന്നെയാണ്. കരുവിങ്കലിരുന്ന് ഗർഭപാത്രത്തിൽ അങ്ങനെ ശയിച്ചുകൊണ്ട് കാലം കഴിഞ്ഞു. ഞാൻ ആ കാലം കഴിച്ചുകൂട്ടി. ഞാൻ അക്കാലം നിനച്ചു കരയുന്നു. അക്കാലം ഞാൻ എങ്ങനെ കഴിച്ചുകൂട്ടി എന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ കരച്ചിൽ വരുന്നു. ഇത് കേൾക്ക ശംഭോ. ശംഭുവായിട്ടുള്ളവനെ, എൻ്റെ ഈ കരച്ചിൽ കേൾക്കുക. ഇവിടെ 4-5 മാസം എന്ന് പറയുമ്പോൾ 4-ഉം 5-ഉം 9 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 9 മാസവും എന്നെ മാത്രം ശ്രദ്ധിച്ച് ഒരാപത്തും വരുത്താതെ കാത്തു സൂക്ഷിച്ചു. അന്ന് ഞാൻ ഗർഭപാത്രത്തിനുള്ളിൽ എങ്ങനെ കഴിച്ചുകൂട്ടി. എനിക്കുണ്ടാകുന്ന വിഷമം ഏറെയാണ്. ഒരു ചെറിയ സഞ്ചിക്കകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനാകാത്ത അവസ്ഥ ഒക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കവയ്യ ശംഭോ. അങ്ങ് ഇതൊന്നും കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ?
അങ്ങയ്ക്കല്ലാതെ എൻ്റെ വിഷമം തീർക്കാൻ മറ്റാർക്കും കഴിയില്ല. ലോകത്ത് എല്ലാവരുടെയും ദുഃഖം തീർത്ത് ശുഭകരമായ കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുന്ന അല്ലയോ ശംഭോ, ഈ ഉള്ളവൻ്റെ ദുഃഖം കൂടി തീർത്ത് തരേണമേ. അമ്മയുടെ ശരീരത്തിൽ നിന്നും കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകാംശങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരിക്കും എന്നാണ് നമ്മൾ ജീവശാസ്ത്രത്തിൽ പഠിക്കുന്നത്. ദഹനക്രിയയ്ക്ക് വിധേയമായി കഴിഞ്ഞ പോഷകാംശത്തിൻ്റെ രൂപത്തിലാണോ അതോ പുതുതായി രൂപം കൊണ്ട കോശങ്ങളുടെ രൂപത്തിലാണോ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് അത് കടന്നു വന്നുകൊണ്ടിരുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. പൊക്കിൾ കൊടി വഴിയാണ് ഈ പകർച്ച നടക്കുന്നത് എന്ന് നമുക്കറിയാം. പ്രസവം കഴിഞ്ഞാൽ ഉടനെ പൊക്കിൾ കൊടി മുറിയും അഥവാ മുറിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒഴുകുന്നത് രക്തമാണ്. രക്തത്തിലുള്ള പ്രധാന ഘടകങ്ങൾ ചുവന്ന രക്താണുക്കളും വെള്ള രക്താണുക്കളും പ്ലാസ്മയുമാണ്. ഈ രക്താണുക്കളാകട്ടെ കോശങ്ങളാണ് താനും. അങ്ങനെ നോക്കുമ്പോൾ അമ്മയുടെ ശരീരത്തിൽ നിന്നും കുഞ്ഞിലേക്ക് പകർന്നുകൊണ്ടിരുന്നത് വെറും പോഷകാംശങ്ങളല്ല, കോശങ്ങൾ തന്നെയാണെന്ന് വരുന്നു. ഒരു കോശത്തെ പോലും കാലൻ്റെ കയ്യിൽ അണയ്ക്കാതെ ആണ് എല്ലാ ജീവജാലങ്ങളുടെയും വളർച്ച. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒന്ന് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെ ഒന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വച്ചു കാലൻ്റെ കയ്യിലണയാതെ വളർത്തി നീയേ. കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ ആ കാലം നിനച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. തൽക്കാലം നമുക്ക് ഇനി അടുത്ത 6ാമത്തെ മന്ത്രവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം, ഗുരുവോ.